പേടി ഇനിയും പോയില്ല. അപ്പൊ നമുക്ക് മല കയറാം. നമ്മുടെ ബൈക്കൊക്കെ പാർക്ക് ചെയ്ത് കഴിഞ്ഞു. അവര് മല കയറിയെന്ന് തോന്നുന്നു. വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല ഗായ്സ്. പിന്നെ ഒരു സംഭവം ഉണ്ടായി. ആള് പോലീസാണ്, മറ്റേ ഹെൽമെറ്റ് ഇടാണ്ട് വന്നാണ്. ഇവൻ ബ്ലോഗല്ലേ പഴനി എത്തി. പോലീസ് സൈഡ് നിൽക്കുന്നുണ്ട്. നമ്മളതിന്റെ മുമ്പിൽ എന്തായിരുന്നു പറഞ്ഞത്, ഇതവിടെ ആള് കൈ പിടിച്ച് ആള് ഹെൽമെറ്റ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മ പെർമിഷൻ ഇല്ലാണ്ടാണ് വീഡിയോ എടുത്ത്. പിന്നെ എന്താണ് ആള് ചെയ്യുന്നതും തെറ്റാണ്. പെർമിഷൻ ഇല്ലാതെ നമ്മളെ മേലെയും തെറ്റുണ്ട്. ആള് ഹെൽമെറ്റ് ഇടാണ്ട് വണ്ടി ഓടിക്കുന്ന ആളുടെ മേലെയും തെറ്റുണ്ട്. ഇവിടെ കൂടുതൽ പോലീസുകാരും ഹെൽമെറ്റ് ഇടാണ്ടാണ് വണ്ടി ഓടിക്കുന്നത്. അതെ, നമ്മ കൊറേ കണ്ടു സംഭവം. അയാള് നമ്മളോട് നല്ലപോലെ റോങ് ആയി സംസാരിച്ചു. എന്നിട്ടാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല, പോലീസായി പോയി. നമ്മ തമിഴ്നാടുമാണ്, ഒന്നും ആരും അറിയില്ല. വിളിച്ചാലും കൂടി അവരെടുക്കണ പോലും ഇല്ല. പിന്നെ അയാൾ നമ്മുടെ ഫ്രണ്ട് കയറി പോയി. അപ്പൊ നമ്മ എന്നിട്ട് വീണ്ടും അയാളുടെ വീഡിയോ എടുത്തു. അതങ്ങനെ വിട്ടപ്പില്ലേ. ഞങ്ങൾക്ക് ഇത് വരുന്ന പ്രശ്നമില്ല, ചെയ്യും, അപ്ലോഡ് ചെയ്യും. ആ പോലീസ് ഞങ്ങളെ വീഡിയോന് ഞങ്ങള് ചേസ് ചെയ്ത് പിടിച്ച് ഞങ്ങളെ കൊണ്ട് ഡിലീറ്റ് ചെയ്തിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് വേറൊരു ചെറിയൊരു ക്ലിപ്പ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ആള് പിടിക്കുന്നത് സംസാരിക്കുന്നതൊക്കെ ആള് ഡിലീറ്റ് ചെയ്യും. അപ്പൊ തന്നെ വാങ്ങിച്ച് ഡിലീറ്റ് ചെയ്യും. നമ്മ ഇവിടുന്ന് പഴനിന്ന് കുറച്ച് നൈറ്റുള്ള വീഡിയോ എടുത്തിട്ടുണ്ട്. ആള് ഒരുപാട് റോങ് ആയിട്ട് സംസാരിച്ചില്ല, പക്ഷെ ആള് തല്ലിന പോലെ സംസാരിച്ചു. നമ്മുടെ വണ്ടി ഇവിടെ നിൽക്കുന്ന ഫ്രണ്ടിൽ അയാളുടെ ബൈക്ക് നിൽക്കുന്നത്. നമ്മള് ചെറിയ ക്ലിപ്പായിട്ട് കിട്ടിന്റെ അവര് പോണതാണ്. ആൾക്ക് അതൊരു ബാഡാണ് പറഞ്ഞിട്ട് ആള് ഡിലീറ്റ് ആക്കി. ബാക്കിൽ വണ്ടികളൊക്കെ ഇതായി, ആൾക്കാർക്ക് ഒരുമാതിരി നോക്കി ബാഡായിരുന്നു. നമ്മള് പഴനി വന്നിട്ട് ആകെ ബാഡായി. പക്ഷെ മറക്കും, നമ്മളിവിടെ എൻജോയ് എൻജോയ്മെന്റ്. അപ്പൊ നമ്മള് മലയിൽ പോവാ. ഇതിലൊരു വഴിയുണ്ട്, നമ്മളിവിടെ പാർക്ക് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു വഴി കൂടെ നമ്മ പോണം. അതെ, ഇവിടെ കൊറേ കടക്കാര് വ്യാപാരികളൊക്കെ ഉണ്ട്. ഇതാണ് പഴനിന്റെ അടിവാരം. നമ്മളെ താഴെ ചുറ്റിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം നമ്മുടെ ചെരുപ്പ് നമ്മ എവിടെയും കൊടുക്കണം. അവിടെ ദേവസ്വം ബോർഡിൽ തന്നെ ചെരുപ്പ് കൊടുക്കാൻ പറ്റും, ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റും. ടോക്കണും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് വെക്കാൻ പറ്റും. ഇവിടെ ഇപ്പൊ എങ്ങനെ കൂടുതൽ ആൾക്കാർ വെച്ചാൽ കുറെ സ്വാമിമാരല്ലേ, ശബരിമല സീസൺ ആയത് കാരണം എല്ലാവരും ഇവിടെ വന്നിട്ടാണ് പോകുന്നത്. ഏകദേശം തമിഴ് ആൾക്കാരൊക്കെ ഇവിടെ വന്നിട്ടാ പോവാറ്. ഈ കോയമ്പത്തൂർ ആ സൈഡിൽ നിന്നുള്ളവര് ഇവിടെ വന്നിട്ട് അങ്ങനെ പോവാറ്. നമ്മുടെ ആൾക്കാർ കൂടുതൽ ഇങ്ങോട്ട് വരാറില്ല, ഇവിടുന്ന് ലോങ് ആണല്ലോ. പഴനി തമിഴ്നാട് വന്നിട്ട് വീണ്ടും പോണ്ടേ. കടകളൊക്കെ ഉണ്ട്, ഏകദേശം എല്ലാ കടകൾ തുറന്നിട്ടുണ്ട്. ആ സൈഡൊക്കെ പോയാൽ ഫുള്ള് കടകളായിരിക്കും. ഇവിടെ ഫ്രീ ബഗ്ഗി ചുറ്റുന്നുണ്ട്, പക്ഷെ നമ്മളെ ഒന്നും കേട്ടില്ല. ഒത്തിരി വയസ്സായവര്, പിള്ളേര്. പക്ഷെ ഇവിടെ കുറെ പേര് കേറിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ അന്ന് പോയി ചോദിച്ചപ്പോ വയസ്സായവര് അങ്ങനെ കേറ്റുള്ളൂ. അത്യാവശ്യം ലോങ് പോകാൻ. അതെ, നമുക്ക് പോവാൻ പറ്റിയ പോവാടാ, സ്ഥലമുണ്ട്, നമുക്ക് പോവാ. പക്ഷേ എവിടെ ഇരിക്കും? രണ്ടുപേര് കയറാൻ പറ്റില്ല, ഓൺലി വയസ്സായി കയറാൻ പറ്റുള്ള. ഓക്കെ ഓക്കെ. அப்ப இங்க வந்து ஹேண்டிகேப்டு மத்தண்டா போற முடியும். கொஞ்சம் தமிழெல்லாம் வருது இங்க வந்த பிறகு. സോറി, അതൊന്നാമത് ഞങ്ങൾ എന്തുകൊണ്ട് ഈ നൈറ്റ് സമയത്ത് തമിഴ്നാട്ടിൽ വരുന്നത്, ഈ പഴനി എന്തുകൊണ്ട് ഈ ചൂസ് ചെയ്ത് ചോദിച്ചാൽ അടിപൊളി സ്ഥലമാണ്. ഈ ആംബിയൻസ് അടിപൊളിയാണ്. ഈ ഏകദേശം അല്ലേ നിഖിലേ? അതെ അതെ, ഫുൾ അടിപൊളിയാണ്. വണ്ടി വന്നുകൊണ്ട് എനിക്ക് കണ്ണിലൊന്ന് പെട്ടു തോന്നുന്നു. കുറച്ച് ഫ്രണ്ടിൽ പോയാൽ പഴനിന്റെ മല കയറുന്ന സെറ്റപ്പ് ആവും. നമ്മ മല കയറാൻ നോക്കാം. ഗണപതി ദൈവം, ഈ ദൈവത്തിനെ കണ്ടിട്ട് വേണം മേലെ പോണെങ്കിൽ. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട്, ഇവിടെയൊക്കെ ആൾക്കാരൊക്കെ വന്ന് തൊഴുതുണ്ട്. ഇതായിരുന്നു പഴയ എൻട്രി. ഇവിടെ നിന്ന് കണ്ടിട്ട് വേണം നമ്മൾ ഇതിൽ കൂടെ പോണായിരുന്നു. ഇപ്പൊ എൻട്രൻസ് മാറ്റി അപ്പുറത്താക്കിയിട്ടുണ്ട്. ഇതിവിടെ ചെരുപ്പ് കൊടുക്കണമെങ്കിൽ ചെരുപ്പ് കൊടുക്കണവര് ഇതെവിടെ ചെരുപ്പ് കൊടുത്തു വെക്കാം. ഗായ്സ്, അപ്പൊ നമ്മളിത് താഴെ ഇരിക്കുകയാണ് കുറച്ചു നേരം. ഇവിടെ അത്യാവശ്യം തിരക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല തിരക്കുണ്ട്. സൺഡേ ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. നമ്മ എന്തായാലും മല കയറുന്നില്ല, നമ്മ താഴെ തന്നെ കറങ്ങാനായിട്ടാണ്. ഞങ്ങൾ ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് മല കയറിയിട്ടുണ്ടായിരുന്നില്ല. ഞാനും വേറൊരു ഏട്ടനും ഇവനും ഉണ്ടായിരുന്നു. അതുകൊണ്ട് 3 പേരുള്ളത് കൊണ്ട് സമയം പോയി. അന്നദാനം ഉണ്ടായിരുന്നു. അത് 7:15 തോന്നുന്നു. അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. എനിക്ക് ആ സ്ഥലം ഓർമ്മയുണ്ട്. ടൈം 7:15. പിന്നെ അതിന് മുന്നേ 6 മണിക്കൂർ അന്നദാനം ഉണ്ടായിരുന്നു. 2 അന്നദാനം ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നു. അതായിരുന്നു ഓർമ്മ. നമുക്ക് പക്ഷേ നമുക്ക് തപ്പാട്ടോ, നമുക്ക് കുറച്ച് അപ്പുറത്താണ് അത് കുറച്ച് ദൂരം കഴിഞ്ഞാൽ കുറച്ച് അപ്പുറത്ത് നടക്കേണ്ടി വരും ഗൈസ്. നമുക്ക് കിട്ടുമോ നോക്കാം. 7:15 ആകുമ്പോഴേക്കും പോവാ. ഇന്നൊക്കെ ഉണ്ടാവോന്ന് അറിയില്ല. ഞാൻ അവരോട് ചോദിച്ചപ്പോ അവര് എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് പറഞ്ഞു. ഓരോ ആൾക്കാർ സ്പോൺസർ ചെയ്യാണ് ഈ കാര്യത്തിലൊക്കെ. നമ്മുടെ നമ്മള് ഫുഡ് തന്നെയല്ലേ. അതെ, ഫുഡ് മുഖ്യം, പ്രയോറിറ്റി. നല്ല ഇവിടെ എത്ര അടിപൊളി സ്ഥലമാണ് പറഞ്ഞാലും കുറച്ച് ഇതാണ്. ഇതേപോലത്തെ വേസ്റ്റ്
പിന്നെ കുറെ പേര് ഇവിടെ യൂറിനൊക്കെ പാസ് ചെയ്യുന്നുണ്ട് ഇവിടെ. പക്ഷെ ടോയ്ലറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നിങ്ങൾ മാക്സിമം വരികയാണെങ്കിൽ അവിടെയൊക്കെ പോയി ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക. ഫ്രീ ടോയ്ലറ്റ് ഉണ്ട്, പേ ആൻഡ് യൂസ് ഉണ്ട്. ഇപ്പൊ ഇവിടുത്തെ ടോയ്ലറ്റ് ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളതാ. ഇവിടെ കുറെ പാട്ട് വെച്ചിട്ടുണ്ട്. എത്രമാത്രം സൗണ്ട് ക്ലിയർ ആണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുന്നില്ല. നമ്മിപ്പോ പോണത് മൊട്ടയടിക്കാനുള്ള. നമ്മളൊന്നും മൊട്ടയടിക്കുന്നില്ല, പോയി നോക്കാം. അപ്പൊ നമ്മൾ മൊട്ടയടിക്കുന്ന സ്ഥലം എത്തി. അപ്പൊ ഏകദേശം എവിടെയാണ് വീഡിയോ എടുക്കുന്ന പ്രശ്നമൊന്നുമില്ല. ഇവിടെ കുറെ പേരുണ്ട്. ഏകദേശം എന്താ ഈ സൈഡും രാവിലെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഈ സൈഡും ഫുൾ ആയിരിക്കും, ഈ സൈഡൊക്കെ ഫുൾ ആയിരിക്കും മൊട്ടയടിക്കാൻ. ഗൈസ് ഇനി ഇവിടെ എങ്ങനെ മൊട്ടയടിക്കുന്നത് ഞാൻ കാണിച്ചില്ല. എന്നാ ചെരുപ്പ് എങ്ങനെ കളിക്കുന്നത് ഗൈസ്? ഇവിടെ ഇരുന്ന് അല്ല ഇവിടെ ഇരിക്കേണ്ടത് ഗൈസ്. ചെറുപ്പെല്ലാം കളിച്ചിട്ട് കയറണ്ടാ ഇവിടെ ഇവിടെ മരുന്ന് മൊട്ടയടിച്ചത്. അപ്പൊ നമ്മുടെ തല വെച്ച് കൊടുത്ത ഒരു മൊട്ടയടിക്കും. എനിക്കിപ്പോ എന്തെങ്കിലും മൊട്ടയടിക്കാനുള്ള പ്ലാൻ ഇല്ല. നമ്മൊരു 5 years കഴിയട്ടെ. കുറച്ച് ഇവിടെ എന്തോ പരിപാടി ഉണ്ട് തോന്നുന്നുണ്ട്. അത് കാരണമാണ് ഫുൾ ലൈറ്റ് കാര്യങ്ങള് പരിപാടികള്. അപ്പോ അത് അവിടെയാണ് നമ്മുടെ അന്നദാനം പറഞ്ഞ സ്ഥലം. അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങി ഗ്യാസ്, അവിടെ ക്യൂ നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവിടെ ക്യൂ ഒക്കെ തുടങ്ങി. നമ്മൾ പറഞ്ഞത് തെറ്റിയിട്ടില്ല ഗൈസ്. കത്തേഴേക്കാലിന് ഫുഡ് കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് ഇവിടെ എവിടെ പോയാലും എന്തിനാ വീഡിയോ എടുക്കണേ, ഏതിനാ വീഡിയോ എടുക്കണം എന്നാണ് ചോദിക്കുന്നത്. നമ്മുടെ ചക്കൻ മേടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വന്ന വീട്ടിലായിരുന്നോ? ഉപ്മാവ് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ ഉപ്മാവും ഇത്തിരി കേസരിയും പിന്നെ ചാറ് ചട്നി എന്നൊക്കെ പറഞ്ഞിട്ട് ആ സ്റ്റെപ്പിലാണ് നമ്മുടെ ഇരിക്കാനുള്ള പ്ലാന്. ഗൈസ് നമ്മൾ ഇവിടെ ഇരുന്ന് കഴിക്കാൻ വേണ്ട പ്ലാന്. ആശാൻ തുടങ്ങി. നമ്മൾ ഗൈസ് അവിടെ ഇപ്പോഴും തിരക്ക് കഴിഞ്ഞിട്ടില്ല. 2-3 സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് പ്രശ്നം കിട്ടിയിട്ടുള്ളത്. മൊട്ടയടിക്കാൻ പോയവിടെയും ഇവിടെയും ഇതായിരിക്കും. ഇതൊക്കെ ഫേസ് ചെയ്യണല്ലോ അല്ലേ? ഫുഡ് കുഴപ്പമൊന്നുമില്ല. അന്ന് വന്നപ്പോൾ കുറച്ച് കൂടുതൽ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് 2 പ്രാവശ്യം കിട്ടിയല്ലോ. 2 പ്രാവശ്യം വേറെ നമ്മള് ഒരിക്കൽ ഒരു സ്പോൺസറിൻ്റെ കയ്യിൽ നിന്ന് കഴിച്ചു, പിന്നീട് വേറെ ഒരു സ്പോൺസറുണ്ടായിരുന്നു. ഇത് സ്പോൺസറല്ല, ഓരോ നേർച്ചയാണ്. ഇപ്പോൾ അത് നടന്നാൽ കുറച്ച് പേർക്ക് ഫുഡ് കൊടുക്കുക, അന്നദാനം കൊടുക്കുക, അങ്ങനെ പറയല്ലേ. അതാണ് ഞാൻ ഇവന് വിവരം വെച്ചാൽ ഞാൻ നമ്മുടെ കേരളം മൊത്തം ഫുഡ് കൊടുക്കുക ഗൈസ്. അതായത് നേർച്ചയായിരിക്കും. ഞാൻ ഫുഡ് കഴിക്കാം, എനിക്ക് വിശക്കണു. ഗൈസ് നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. എന്നിട്ട് അവിടെ കൊണ്ട് ഡിസ്പോസ് ചെയ്യണം, പിന്നെ ഹാൻഡ് വാഷും ചെയ്യണം. ഞാൻ ഒരു കണ്ണാടി വാങ്ങാൻ പ്ലാനിലാണ്. നമ്മുടെ ചെക്കൻ അവിടെ വേറെന്തോ മേടിച്ച് അവിടെ ബില്ല് പേ ചെയ്യുന്നുണ്ട്. കണ്ണാടി വാങ്ങിക്കുകയാണ് ഗൈസ്. കണ്ണാടിയാണ് എടുക്കാനുള്ള പ്ലാനില്. ഗൈസ് നമ്മൾ ചെറിയൊരു പർച്ചേസിങ് കഴിഞ്ഞു. ഞാൻ ഒരു കണ്ണാടി മേടിച്ചിട്ടുണ്ട്. അത്ര തന്നെ അവൻ ആ ഒരു ഗ്രൂപ്പിന് വീഡിയോ എടുത്തു കൊടുക്കുകയാണ്. നമ്മുടെ ഏട്ടന്മാരെത്തിയിട്ടുണ്ട്. എന്താണ് ഇതിന്റെ പേര്? പഞ്ചാമൃതം. ഇയാള് സാമിയാണ്. ഇത് ഒറിജിനൽ സാമി, ഇത് ഫേക്ക് സാമി. പോടാ. അപ്പൊ നമ്മുടെ പ്ലാന് ഇതിന്റെ കാറിൽ കൊണ്ടാക്കിട്ട് നമുക്ക് ഞങ്ങളെ കാറിൽ പോവാ. ആരെങ്കിലും ബൈക്കിൽ പോവാണെങ്കിൽ കുഴപ്പമില്ല. ബൈക്കിൽ എന്താന്ന് അപ്പൊ ഞങ്ങള് കുറച്ച് കൂടി എന്റർടൈൻമെന്റ് വർക്കാണെന്ന് ഞങ്ങള് ബൈക്ക് എടുത്തിട്ട് വന്നത്. അപ്പൊ രാത്രി ആയതുകൊണ്ട് നല്ല തണുപ്പൊക്കെ തുടങ്ങി. ഇനി ഞങ്ങള് കോട്ടും കാര്യങ്ങളൊന്നും എടുത്തില്ല. ഇതിനോട് കുറച്ച് ബൈക്കിൽ പോവോ ചോദിക്കാം. അച്ചു ബൈക്കിൽ പോവോ? മഹേഷ് ചേട്ടാ ഞാൻ പോവാ. നമ്മളെങ്ങടാ ബൈക്കിൽ പോണം, വേറെ ആരുമില്ല.
നമ്മ അങ്ങോട്ട് പോയി വീണ്ടും കൊണ്ടുവരണ്ടേ ഈ സാമിനെ സേഫോട് കൊണ്ടുവിടണം. നമ്മളെ കറക്റ്റായി കൊണ്ടുവിട്ടിട്ട് വരാട്ടാ നീലേ. കുട്ടികളാണ് ഗായ്സ്, നേരെ വീടെത്തില്ല ചിലപ്പോൾ. നമ്മുടെ നാട്ടന്മാരെ കൂടി നൈറ്റ് വൈബില് അങ്ങനെ വരാൻ വരും. എല്ലാവരും ഒന്ന് വന്ന് ട്രൈ ചെയ്യാം. നമ്മളിപ്പോ പഴനി മാർക്കറ്റിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് പോകുന്നു, ഫുള്ള് മാർക്കറ്റിന്. എന്താണ് പഴനി മാർക്കറ്റിനെ പറ്റി? എല്ലാ സാമികളും ഒരേ നടത്തുകയാണ് ഗൈസ്. അതെ, ഇതിവിടെ ഇയാളൊക്കെ മകരവിളക്കായതുകൊണ്ട് സ്വാമികളുടെ തിരക്കാണ്. ശബരിമല സീസൺ ഇപ്പൊ കബാലിയാവും. നോക്ക്, നമ്മുടെ ഇവിടുത്തെ ആൾക്കാർ കുറച്ച് വഴിവെന്ന് കൊടുത്താണ്. അതെന്താ ചോദിച്ചത് എനിക്ക് മനസ്സിലായി. അത് തെലുങ്കായിരുന്നില്ലേ? തെലുങ്കായിരുന്നു. തെലുങ്ക കന്നഡ വേറെ ഒന്നായിരുന്നു. തമിഴാണെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തേരും. അതുമല്ല നമ്മുടെ 22-ാം തീയതി കരിമല വഴി പോവുകയാണ് മലയ്ക്ക്. ഇനി പുലി നക്കുവോ ആന ചവിട്ടുവോ എന്നറിയില്ല. നോക്കി പോയിട്ട് വരട്ടെ എന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. ഇതാണ് സച്ചിൻ രാജ്. ഹീസ് 21 years old. So what? You are very good boy. He is marked in. ആളില്ലേ ആളില്ലേ? പോലീസ് നല്ല മനുഷ്യൻ. ആള് ഞങ്ങളെ കൊണ്ട് എന്ത് പറഞ്ഞു. ഞാൻ ജസ്റ്റ് പഴനിയിലെത്തി പരിപാടി ഉണ്ടായിരുന്നു. അപ്പൊ ടെമ്പിളിൽ ഇവിടെ ഒരു ഓപ്പണിംഗ് ആണ് പറഞ്ഞു. അതിനുശേഷം ആള് എൻ്റെ കോളേജിലാണ് പഠിച്ചത്, SGCയിൽ. ആക്ച്വലി ഒരു മുത്തുപ്പാണ്ടി കോട്ടയം. ഇത് എന്നെ ടീം, ഇത് മുത്തുപ്പാണ്ടി കോട്ടയം. എൻ്റെ ടീമിൽ മുത്തുപാണ്ടി കോട്ടയമല്ല. ഗായ്സ്, ഇവിടെ തീവ്രമായിട്ട് സാധനങ്ങൾ ഇവിടുന്ന് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിങ് കാര്യങ്ങളാണ്. ഇവിടെ ഫുഡ് കട, ആൾക്കാർ നമ്മൾ ഫുൾ ബത്തിമൂടാണ്. നമ്മ മലയിൽ കയറിയെങ്കിലും നമ്മളെ ബത്തിമൂടുണ്ടാവും. ചാവിയാണൊക്കെ ഇതാണ് ഗായ്സ് നമ്മുടെ കാറ്. ഇവര് ഇതിലായിരിക്കും പോണത്. കാർ ഇഷ്ടപ്പെട്ട ഗിവ് അവേ നമുക്ക് കൊടുക്കണം. ഗായ്സ്, നമ്മുടെ എല്ലാവരും ഓടിച്ചാടി സീറ്റ് കയറി ഇരിക്കണം. ഫസ്റ്റ് 8:30 സോറി. അപ്പോൾ എല്ലാവരും പോകാൻ നിൽക്കണം. ഗായ്സ്, ഇതാണ് ഇടുമ്പൻ മല. നമ്മ ഈ മലിന് താഴെയാണ് കാറ് പാർക്ക് ചെയ്തത്. നമ്മുടെ ഇത് ഒരു 6 മണി 7 മണി നമ്മൾ ക്ലോസ് ചെയ്യുന്നു തോന്നുന്നു. പക്ഷെ പകലൊക്കെ വന്നാൽ മേലെ കയറാൻ നൈസായിരിക്കും. നല്ല വെയിലാണ് അത്യാവശ്യം. മോളിൽ തന്നെ തണലേ ഇല്ല, ഒരു മരം പോലും ഇല്ല. പഴനിയെങ്കിലും അവിടെ മറ്റേ ഇതൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ മേലെ അന്നദാനം കിട്ടിയില്ലേ? ഇല്ല, ഭയങ്കര തിരക്കായത് കാരണം അന്നദാനം ഇല്ല. പക്ഷെ നമ്മൾക്ക് അന്നദാനം കിട്ടി. അന്നദാനം ഉണ്ട്. തിരക്കായതുകൊണ്ട് അന്നദാനം കഴിക്കാൻ നിന്നില്ല. ഞങ്ങൾക്ക് അന്നദാനം കിട്ടി. അതെ, അതാണ്. തല്ലിയൊന്നുമില്ല. ഞാൻ അയാളുടെ വീഡിയോ എടുത്തു. സീനായി. ഞങ്ങൾ ബൈക്കിൽ വരികയായിരുന്നു. ഇങ്ങനെ മേലെ ഇങ്ങനെ വീഡിയോ എടുത്തതിന് വീഡിയോ എടുത്ത് അയാളുടെ വീഡിയോ എടുത്താണ്. ഹെൽമെറ്റ് എടുത്തില്ല അവരുടെ പോലെ. ആള് ചെറുതായി കണ്ടു. നമ്മൾ നേരെ അയാൾ എന്ത് ചെയ്തറിയോ? വണ്ടിയുടെ ഫ്രണ്ടിൽ വന്ന് നിർത്തി. എവിടെ പാർക്കിംഗ് ചോദിച്ചത്. അപ്പൊ ഞാൻ കറക്റ്റ് അയാളുടെ വീഡിയോ എടുത്തു. അങ്ങനെ വീഡിയോ എടുക്കണേ. വീഡിയോ എന്തിനാ എടുക്കണേ? പക്ഷെ ഹെൽമെറ്റേ പോട്ടില്ല. ആളൊന്നും പിടിച്ചു. ഹെൽമെറ്റ് ഇങ്ങനെ വെച്ചിരിക്കണോ? ഹെൽമെറ്റ് അഴിച്ച തല്ലുകൊള്ളും. ഇങ്ങനെ വെച്ചു. ആൾ ഫ്രണ്ടിൽ കൊണ്ട് വണ്ടി നിർത്തി. ചുറ്റും ആൾക്കാര്. ആ തല്ല് കൊള്ളുന്നെന്ന് വിചാരിച്ചു. അയാളിതാ അജിനെ പിടിച്ചു. എന്റെ ഫോൺ പിടിച്ചു. എന്റെ ഫോൺ ലോക്ക് ഫോണ് അയാൾ കൈ തുറന്നാൻ കിട്ടില്ല. എന്നിട്ട് ഡിലീറ്റ് ആക്കി. അയാളുടെ അടുത്ത് വീഡിയോ ഇല്ല. എന്നിട്ട് അയാൾ എന്ത് പറഞ്ഞ പറയും? ഹെൽമെറ്റ് ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് അത് ഒപ്പണെന്നറിയ പറഞ്ഞത്. എല്ലാരും തിരിച്ചു വന്നോണ്ടിരിക്കണ്. നമ്മള് തിരിച്ചു പോയിക്കൊണ്ടിരിക്കണം. അവര് തിരിച്ചു പോകണം, നമ്മള് തിരിച്ചു പോകണം. നമ്മളെ ബൈക്ക് കുറച്ച് അവിടെയാണ് നിർത്തിയത്. ഇവര് മെയിൻ പാർക്കിംഗ് ഇവിടെയുണ്ട്, അവിടെയുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും ബൈക്ക് പാർക്ക് ചെയ്ത് അവിടെ എത്തി. അപ്പോൾ പഴനി ഏകദേശം ഫുള്ള് കറങ്ങി. നമ്മൾ എല്ലാം വീഡിയോ എടുത്തില്ല, പക്ഷേ ഏകദേശം ഒക്കെ എടുത്തു. പക്ഷെ നമ്മൾ ഏറ്റവും പഴനി വന്നതിൽ ഈ പ്രാവശ്യം വന്ന ഏറ്റവും അടിപൊളി. കുറെ നല്ലവരെ കണ്ടു. നല്ല ഒരു പോലീസുകാരൻ പിടിച്ച് ബാഡാക്കി, ഒരു പോലീസുകാരൻ പിടിച്ച് ഗുഡാക്കി. ആള് അടിപൊളി മനുഷ്യൻ. പോലീസുകാർ ഒരു മണിക്കൂറോളം സംസാരിച്ചു. നമ്മ അവര് മലയിൽ താഴെ വരുന്നത് നമ്മൾ അതിനെ കൂടി സംസാരിച്ചോണ്ടിരുന്നത്. പിന്നെ കുറെ ദൂരം നടന്നു പോയി. കാല് നല്ല വേദന. മല കയറി ഇറങ്ങിയ ക്ഷീണമുണ്ട്. ഇപ്പോ റിയാക്ട് ചെയ്യാൻ നമുക്കറിയില്ല. നമുക്കിതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്.
അതുകൊണ്ട് നമുക്ക് നമ്മളങ്ങനെ അയാളുടെ ഹെൽമെറ്റ് കണ്ടാവാറിന് ഉദ്ദേശിച്ച് വീഡിയോ എടുത്തില്ല. നമ്മൾ മൊത്തത്തിൽ അവിടെ കാണിച്ചുകൊണ്ട് വരികയായിരുന്നു. അപ്പൊ പിന്നെ ആള് ഹെൽമെറ്റ് ഇല്ലാതെ അതും ജസ്റ്റ് ഒന്ന് ഞാൻ അയാളോട് ചോദിച്ചു, സാർ ബൈക്ക് പാർക്കിംഗ് എങ്ക സ്ട്രേറ്റ് തന്നെ കേട്ടോ. അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് ആളെ ഒന്ന് കാണിച്ചു. പൊട്ടുന്ന റിയാക്ഷൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മ ഒന്നും തട്ടുപിടിക്കുക ചെയ്ത കഴിഞ്ഞു. അവര് തല്ലുന്നെ വിചാരിച്ചു. ആളങ്ങ് ആ ഒരു ഇതിലായിരുന്നു അല്ലേ. ചുറ്റും വേറെ മലയാളികളൊക്കെ ഉണ്ടായിരുന്നു. അവരെ കണ്ടിങ്ങനെ നോക്കി അവര് നമ്മളൊന്നും ആരും വന്ന് സംസാരിച്ചൊന്നുമില്ല എന്താ സംഭവം. എല്ലാവരും നോക്കി. പക്ഷെ നമ്മൾ വീഡിയോ എടുത്ത തെറ്റന്നെയാണ്. അവരുടെ അങ്ങനെ ഉദ്ദേശിച്ച് വീഡിയോ എടുത്തത് നമ്മൾ മൊത്തത്തിൽ കോമൺലി എടുത്താണ് നമ്മള്. പക്ഷെ ആള് നല്ലപോലെ ബാഡ് ആക്കി. നമ്മുടെ വീഡിയോ ഒക്കെ പിടിച്ച് ഡിലീറ്റ് ആക്കി. 2-3 വീഡിയോ ഡിലീറ്റ് ആക്കി. പിന്നെ ആള് ട്രാഷിനും പോയി ഡിലീറ്റ് ആക്കി. പക്ഷെ ഞങ്ങൾ എന്നിട്ട് അയാൾ ഫ്രണ്ടിൽ പോണത് ഞങ്ങൾ വീഡിയോ എടുത്തു ഹെൽമെറ്റ് ഇല്ലാതെ. അയാൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഓർമ്മ വന്നത്. അപ്പൊ ഞങ്ങൾ ശരി അത് വീഡിയോ എടുക്കണം, നമ്മൾ അപ്ലോഡ് ചെയ്യാം. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുമ്പോഴാണ് നമ്മുടെ ഈ ആ പോലീസുകാർ എന്റെ കോളേജിൽ തന്നെ പഠിച്ചിരുന്നു. അപ്പൊ അങ്ങനെ കുറെ നേരം സംസാരിച്ചു. നല്ല കമ്പനിയായി. ആള് നല്ല മനുഷ്യല്ലേ. പിന്നെ കുറെ തമിഴ് ആൾക്കാർ പൊതുവെ അടിപൊളി മനുഷ്യൻ. ഞങ്ങൾക്ക് ഈ തവണ വന്നിട്ടാണ് ഇത്രയും കണ്ണാടി വാങ്ങിക്കാൻ പോയപ്പോ നമ്മളെ കൊണ്ട് ഒരു ചേച്ചി വന്നിട്ട് അല്ല ഞാൻ ചോദിച്ചു സംഭവം കണ്ണാടിക്ക് 100 രൂപയാണ്. അപ്പൊ ഞാൻ എന്തായാലും കമ്മിയാക്കാൻ പറ്റുമോ തമിഴ് ഏതാ കമ്മി പെണ്ണ മുടിക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ ആച്ചാക്ക ചേച്ചി പറഞ്ഞു 50 രൂപ കണ്ണാടി അപ്പുറത്ത് പറഞ്ഞു. അപ്പൊ ശരി അത് പറഞ്ഞു നോക്കുമ്പോ അത് കുട്ടികളുടെ ഒരുമാതിരി അപ്പോഴേക്കും ഇവിടെ വേറെ ഒരു തമിഴ് എണ്ണമാര് അത് ആരാണെന്നേ അറിയില്ല ഞങ്ങൾക്ക്. ആളൊരുമാതിരി റൈസ് ആവില്ല. ആ ചേച്ചിനോട് നിങ്ങള് കണ്ണാടി ഏതാണെന്ന് പറഞ്ഞാൽ പോരെ, കുട്ടികളുടെ ആണെന്ന് അവർക്ക് അറിയില്ലല്ലോ. അങ്ങനെയാണ് കസ്റ്റമർ അടുത്ത് പെരുമാറുന്നത് വേണ്ടിട്ട് പറഞ്ഞു. അയാളെ നല്ല സപ്പോർട്ട്. ആ ചേച്ചി തമിഴിൽ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് ക്ലിക്ക് ആയില്ല. അവരോട് നമ്മളൊരു താങ്ക്സ് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെയായി കുഴപ്പമൊന്നുമില്ല അല്ലേ. അങ്ങനെ കുറച്ച് വൈബ് തന്നെയാണ് ഗൈസ്. അപ്പോ നമുക്ക് ഫുഡ് കഴിക്കാം. അവര് ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. നമുക്ക് അവിടെ പോവാം. അപ്പോ അത് കഴിഞ്ഞ് നേരെ വീട്ടിൽ പോവാം. അപ്പോൾ ഗൈസ് നമ്മൾ MDS വന്നിരിക്കുകയാണ്. ഇത് നമ്മളൊപ്പം വരുന്ന MDS അല്ല, ഇതാ ഇവിടുത്തെ ഉള്ളൊരു MDS ആണ്. നമ്മളെത്തിയതാ അവരെത്തിയിട്ടുണ്ട്. ടോയ്ലറ്റിൽ പോയിരിക്കണം. എന്താ പേട്ടാ ഉറക്കം വന്നാ 10 മണിയായപ്പോൾ ടൈമിംഗ് ഒക്കെ തെറ്റി. അപ്പോൾ ഗൈസ് നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീടെത്തി. ഇനി എന്താ പരിപാടി വെച്ചാൽ ഇനി ഉറങ്ങുക. നല്ല ടയേർഡ് ഉണ്ട്. ബൈക്കിൽ പോയതുകൊണ്ട് അല്ലേ. അത്യാവശ്യം 180-190 കിലോമീറ്റർ ആയി. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു. ഞായറാഴ്ച കാരണം റോഡിൽ നല്ല ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പോയൊരു എനർജി ഇപ്പം ഇല്ല. സമയം ടൈം പോയി 11:50 നല്ല ടയേർഡായി. ബൈക്കിൽ പോയതുകൊണ്ട് നല്ലപോലെ ടയേർഡായി. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.